അനന്തങ്കാട് സിനിമയുടെ പ്രസ് മീറ്റാണ്. നടൻ ആര്യ, ഇന്ദ്രൻസ്, വിജയരാഘവൻ, അപ്പാനി ശരത്ത്, സിനിമയുടെ അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടം റിലീസിന് മുമ്പ് നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്ത് അത് മാക്സിമം റീച്ച് ചെയ്യാനുള്ള എല്ലാ ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് വളരെ വളരെ നന്ദി. ഇപ്പോൾ ഇത് പടം റിലീസായി നല്ല റിപ്പോർട്ട്, നല്ല ഒരു വെരി ഹൈ ഒപ്പീനിയൻ ഫിലിമായി വന്നിട്ടുണ്ട്. മേക്കിംഗ് വൈസ്, സ്റ്റോറി വൈസ്, സ്ക്രീൻ പ്ലേ, റൈറ്റിംഗ് വൈസ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഭയങ്കരമായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ വെരി ഹാപ്പി. സോ നിങ്ങൾ അതിനുശേഷം ഇത്തരത്തിലുള്ള എപ്പോഴും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത്. അത് വർക്ക് ചെയ്തെങ്കിലും ശരിക്കും ഇതിലെ കഥയൊന്നും ശരിക്കും എനിക്ക് അറിയില്ല. ഇന്ന് കണ്ടപ്പോൾ ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സിനിമ കാണുമ്പോൾ ചില പറയും നല്ല സ്ക്രിപ്റ്റാണ്, നല്ല മ്യൂസിക്കാണ്, ക്യാമറ ഗംഭീരാണ്, അങ്ങനെ ഓരോന്നിനെ പറ്റി പറയും. അപ്പോൾ ഈ സിനിമ കൊണ്ട് എനിക്ക് തോന്നിയത് നല്ലൊരു സിനിമയാണ്. അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കുന്നു. ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഇതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഇന്ത്യൻസ് ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന നടനാണ് മലയാളത്തിലെ ഇന്ത്യൻ സിനിമയിൽ. തന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അവിടെ നമ്മുടെ സങ്കല്പത്തിൽ ഒരു നടൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിനിമയിൽ സുന്ദരനായിരിക്കണം, എത്രയും പൊക്കം വേണം, നിറം ഉണ്ടായിരിക്കണം, ശബ്ദ ഗാംഭീര്യം വേണം, അങ്ങനെ പല പല ഗുണങ്ങളുള്ള ഒരു സർഗുണസമ്പന്നനായിട്ടുള്ള ഒരു കഥാനായകനാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. ആ കാലം മാറിയിട്ട് ഞാൻ എന്നെ അത്ഭുതപ്പെട്ട് നടന്ന കുതിരയോടെ പപ്പുകൾ. ഞാൻ പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പപ്പുകൾ അത്ഭുത നടന്നാണ്. അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ കാണുന്നത് ഇന്ദ്രൻസ് ആണ് നടൻ. അത് മലയാളത്തിന്റെ ഭാഗ്യമാണ് ഇന്ദ്രൻസ്. ഇന്ദ്രൻസ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇന്ദ്രൻസിൽ നിന്ന് കേരളത്തിൽ. അതുകൊണ്ടാണ് എല്ലാവരും മുരളി ഗോപിയാണെങ്കിലും ആര്യാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ അത് കൃത്യമായ ഒരു ഡയലോഗ് പ്രസന്റേഷനിലും സിറ്റുവേഷൻസിലൊക്കെ അത് കൃത്യമായ തിരക്കഥയിൽ കൂടെ വന്നപ്പോൾ അത് ഗംഭീരമാണ്. എനിക്ക് തോന്നിയത് എൻ്റെ തോന്നൽ ശരിയായിരിക്കാം, നിങ്ങളിൽ പറയാൻ പറ്റുള്ളൂ. നിങ്ങളതുകൊണ്ട് ഈ സിനിമ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം അതാണല്ലോ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ. അത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ സഹായിക്കുക. ഒരു കഥാപാത്രം ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ നായകനായിട്ടോ അല്ലെങ്കിൽ കോമഡി കഥാപാത്രമായിട്ടോ ഞാൻ കരുതാറില്ല. ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അയാള് എന്താണ്, അയാളുടെ ധർമ്മം എന്താണ്, അയാളുടെ സ്വഭാവം എന്താണ്, അതിനെ ബേസ് ഞാൻ ചെയ്യുന്നു. അതിനകത്ത് എനിക്കതിനകത്തൊരു ഞാൻ നല്ല രീതിയിൽ കഥാപാത്രം വെച്ചാൽ പ്രത്യേക സുഖമോ മോശമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോഴുള്ള വിഷമമൊന്നുമില്ല. ഞാൻ നല്ല ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള സന്തോഷമായിട്ടുള്ളത്. ഇത് വളരെ വിശാഖബുദ്ധിയുള്ള യോഗ്യരായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അതെങ്ങനെയായിരിക്കും. മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ പല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കാൻ ഇത് എങ്ങനെ വ്യത്യസ്തമാക്കും? ഞാനൊന്നൊരു ഈ ക്യാൻവാസ് അല്ലേ, ഈ ക്യാൻവാസിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? എൻ്റെ കയ്യും കാലും എൻ്റെ മുഖമൊക്കെ തന്നെയല്ലേ. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് നിങ്ങൾ